ഹെൽത്ത് അസസ്മെന്റ് ബാലൻസ് പോർഷൻ. അതായത് നമ്മൾ ഇവിടെ നിന്നാണ് ഹെൽത്ത് അസസ്മെന്റ്, ഇതുവരെ നമ്മൾ പഠിച്ചത് ഹെൽത്ത് അസസ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ സിസ്റ്റം വൈസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഓരോ പാർട്ടും നമ്മൾ അസസ് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ പറയും. പക്ഷെ എക്സാമിന് നിങ്ങൾക്ക് തിയറി എക്സാമിന് അത്രയും ഡീറ്റെയിൽ വേണ്ട, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജനറൽ സർവേ ആണ്. അതായത് ആദ്യം നമുക്ക് പൊതുവെ പേഷ്യൻ്റെ കുറച്ച് വിവരങ്ങൾ അന്വേഷിച്ചറിയാനുണ്ട്, അല്ലെങ്കിൽ അളന്നു നോക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാം. ഹെൽത്ത് അസസ്മെന്റ് ബിഗിൻസ് വിത്ത് എ ജനറൽ സർവേ ദാറ്റ് ഇൻവോൾവ്സ് ഒബ്സർവേഷൻ ഓഫ് ദ ക്ലയൻറ്റ്സ് ജനറൽ അപ്പിയറൻസ്. പേഷ്യൻ്റ് നോർമലി ഉള്ള അപ്പിയറൻസ്, പേഷ്യൻ്റ് വരുമ്പോൾ ഉള്ള ആ അപ്പിയറൻസ് എങ്ങനെയായിരുന്നു, ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ഡ്രൈ ആയിരുന്നു, സോഫ്റ്റ് സ്കിൻ ആയിരുന്നു, ക്രൈയിങ് ആയിരുന്നു, കോൺഷ്യസ് ആയിരുന്നു, അങ്ങനെ ഓരോ ജനറൽ അപ്പിയറൻസ് നമ്മൾ നോട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ കണ്ട് മനസ്സിലാക്കി. പേഷ്യൻ്റ് ലെവൽ ഓഫ് കംഫർട്ട് ആൻഡ് മെൻ്റൽ സ്റ്റാറ്റസ് ആൻഡ് മെഷർമെൻറ്റ് ഓഫ് വൈറ്റൽ സൈൻസ്, ഹൈറ്റ് ആൻഡ് വെയ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ സർവേക്കകത്ത് വരുന്നത്, അല്ലെങ്കിൽ ജനറൽ അസസ്മെന്റിനകത്ത് വരുന്നത്. എന്തൊക്കെയാണ് നമ്മളവിടെ പറഞ്ഞത്? പ്രധാനമായിട്ട് പേഷ്യൻ്റ് വെൽ റിസീവിംഗ് ദ പേഷ്യൻ്റ് വി വിൽ ഒബ്സർവ് ദ പേഷ്യൻ്റ് ജനറൽ അപ്പിയറൻസ്, ലെവൽ ഓഫ് കംഫർട്ട്, മെൻ്റൽ സ്റ്റാറ്റസ്, മെഷർമെൻറ്റ് ആൻഡ് വൈറ്റൽ സൈൻസ് നമ്മൾ മെഷർ ചെയ്യും. അത് കഴിഞ്ഞാൽ പേഷ്യൻ്റെ ഹൈറ്റും വെയ്റ്റും നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇത് ജനറൽ സർവേ. നെക്സ്റ്റ്, many components of the general survey are assessed while taking client's health history. നമ്മൾ ഈ പറഞ്ഞതിൽ പല കാര്യങ്ങളും നമ്മൾ എവിടെയും ചെക്ക് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ഹിസ്റ്ററി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഹിസ്റ്ററി കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ നമുക്ക് പേഷ്യൻ്റെ ബോഡി ബിൽഡ്, പോസ്ചർ, ഹൈജീനിക് ആണോ, മെൻ്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ അവിടെയും ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല ഹെൽത്ത് അസസ്മെൻറ്റ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്കിത് ആദ്യം ജനറൽ അസസ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അപ്പിയറൻസിനകത്ത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നതെന്ന് പറയാം. അപ്പിയറൻസ് ആൻഡ് മെൻ്റൽ സ്റ്റാറ്റസ്. The general appearance and behavior of an individual must be assessed in relationship to culture, educational level, socio-economic status, current circumstances. For example, an individual who has recently experienced a personal loss may appropriately appear depressed, sad expression ആയിരിക്കും, slumped posture ആയിരിക്കും, പിന്നെ ഇത്രയായിരിക്കും. അതായത് പ്രധാനമായിട്ട് പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, എന്തെങ്കിലും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയോ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും ഡിപ്രസ്ഡ് ആയിരിക്കും, സാഡ് ആയിരിക്കും, വളഞ്ഞു കുത്തി ഒടിഞ്ഞു കുത്തിയിരിക്കുന്ന ഒരു സ്ലംഡ് പോസ്ചറും ആയിരിക്കും പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ പേഷ്യൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ അസസ് ചെയ്യുന്നു. ആക്ച്വലി നിങ്ങൾക്ക് ഇതെല്ലാം ഷോർട്ട് ഫോം ആയിട്ടുള്ള നോട്ടാണ് ഞാൻ തരുന്നത്, പക്ഷെ നിങ്ങളെല്ലാം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നെയിലിൽ നോക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നു? ആദ്യം പറഞ്ഞതുപോലെ ഫിംഗർ നെയിൽ പ്ലേറ്റിൻ്റെ ആംഗിൾ നോക്കുന്നു, പിന്നെ എന്തെങ്കിലും ടെക്സ്ചർ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കുന്നു, ബ്ലഡ് സപ്ലൈ പ്രോപ്പറാണെന്ന് ബ്ലാഞ്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, ആംഗിൾ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നു, അതുപോലെ എന്തെങ്കിലും കളർ ചേഞ്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും നോക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻറ്റഗമെൻ്ററി സിസ്റ്റത്തിനകത്ത് അസസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻലി നോട്ട് ചെയ്ത് പഠിക്കുക. ഇൻറ്റഗമെൻ്ററി സിസ്റ്റം, ഒരുപാട് ടെർമിനോളജീസ് ഇവിടെ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഹെഡാണ്. നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഹെഡാണ്. ഹെഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഹെഡ് നോക്കുമ്പോൾ ഹെഡ് മാത്രമല്ല ഫേസും അതിനുള്ളിൽ വരുന്നുണ്ട്. ഹെഡും ഫേസും അത് കഴിഞ്ഞാൽ നെക്കും ആണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓരോ പാർട്ടുകളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. ബോറടിക്കുന്നുണ്ടാകാം, പക്ഷേ നിങ്ങൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓരോ ഭാഗത്തിൻ്റെ അസസ്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ എടുത്ത് പോകുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടാത്ത പോർഷൻസ് വരുമ്പോൾ, അത് എക്സ്പേർട്ടുകൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട പോർഷൻസ് വരുമ്പോൾ ഞാനതവിടെ സ്കിപ്പ് ചെയ്യും. പക്ഷെ ബാക്കിയുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോർഷൻസ് എല്ലാം ഞാനതവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.